വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. സോ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് ചാപ്റ്റർ എല്ലാവരും പഠിച്ചു, കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നോക്കാൻ പോവാണ്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ബാച്ചിൽ ചാപ്റ്റർ ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. ഇപ്പം ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടും കൂടി ഉണ്ട്. അപ്പോൾ വീഡിയോ 15 കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ 15% ഓഫറാണ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ആ കാര്യം മറക്കണ്ട. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മൾ ഫ്ലവറിന്റെ മോർഫോളജി, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പഠിച്ചു. ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? ഉള്ളിലേക്ക് അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ പ്രീവിയസ് ഇയറിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ ഗിവൺ ബിലോ ആൻഡ് ലേബൽ ദ പാർട്ട്. ഇവിടെ രണ്ട് തരത്തിൽ വാസ്കുലാർ ബണ്ടിൽ കാണുന്നുണ്ട്. നമ്മളിപ്പം കൈക്കോട്ട് സ്റ്റെമ്മ്, റൂട്ട്, മോണോക്കോട്ട് സ്റ്റെമ്മ്, റൂട്ടിലൊക്കെ കാണുമ്പോഴും നമുക്ക് സൈലം ആൻഡ് ഫ്ലോയും ബണ്ടിൽസ് കാണാം. അതാണ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഈ പറയുന്ന വാട്ടർ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കണ്ടക്റ്റീവ് ടിഷ്യൂസ് ആണ് അല്ലെ. അപ്പൊ ഇതില് എ എന്ന് പറയുന്നത് കൺജോയിന്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിലാണ്. കാരണം ഇവിടെ എന്തില്ല? ക്യാമ്പിയം ഇല്ല. ബിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതാ ക്യാമ്പിയം കാണാൻ കഴിയും. ഈ പിങ്ക് കളറിലുള്ളത് ക്യാമ്പിയം ആണ്. ക്യാമ്പിയം ഉണ്ട് എങ്കിൽ അതെന്താണ്? കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഈ 1 എന്ന് പറയുന്നതും 3 എന്ന് പറയുന്നതും എന്താണ്? ഫ്ലോയമാണ്. ആൻഡ് 2 and 5 എന്ന് പറയുന്നത് എന്താണ്? സൈലമാണ്. അപ്പൊ ഇതുപോലെ ലേബൽ ചെയ്യാൻ ചോദിച്ചാലും ഐഡന്റിഫൈ ചെയ്യാനും ചോദിച്ചാലും പഠിച്ചു വെച്ചോളൂ. കൺജോയിന്റ് ക്ലോസ്ഡും കൺജോയിന്റ് ഓപ്പൺ. ഒബ്സർവ് ടിയേഴ്സ് ഓഫ് ലീഫ് ഗിവൺ ബിലോ. ലേബൽ എ, ബി ആൻഡ് സി ആണ്. എ എന്ന് പറയുന്നത് പാലിസൈഡ് സ്പോഞ്ചി ടിഷ്യൂസ് ആണ്. പാലിസൈഡ് പാരൻകേമ. ബി എന്ന് പറയുന്നത് സ്പോഞ്ചി പാരൻകേമ. സി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമാറ്റയാണ്. ആൻഡ് ഈ ഡയഗ്രാം കണ്ടാൽ ഇത് ഏത് അനാട്ടമി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇറ്റ് ഈസ് ദി ടിയേഴ്സ് ഓഫ് ഡൈക്കോട്ട് ലീഫ് അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതുപോലെ ഈ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിലെ അതേ ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് ഏതാണ് പ്ലാന്റ് അല്ലെങ്കിൽ ഇത് ഏത് അനാട്ടമിയാണ് തന്നിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഡയഗ്രാം മസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഇൻ ദ അനാട്ടമി ലാബ് യൂജിൻ ഒബ്സർവ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് ടിയേഴ്സ് ഓഫ് എ പ്ലാന്റ് പാർട്ട്. അപ്പം ഒരു പ്ലാന്റ് പാർട്ട് തന്നിട്ടുണ്ട്. റേഡിയൽ പോളിയാർക്ക്, പാരൻകൈമേറ്റസ്, ലാർജ് പിത്ത്, എപ്പിഡെർമിസ് വിത്ത് എപ്പിഡെർമൽ ഹെയർസ്, പെരിസൈക്കിൾ ആൻഡ് എൻഡോഡെർമിസ് വിത്ത് കാസ്പേരിയൻ സ്ട്രിപ്പ്. ഇപ്പൊ ഫീച്ചേഴ്സ് കണ്ട് ക്ലൂ കണ്ടാൽ നമുക്ക് ഇത് ഏതാണ് ഐഡന്റിഫൈ ദ പ്ലാന്റ് പറഞ്ഞിട്ടുണ്ട്. കാസ്പേരിയൻ സ്ട്രിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് ഏതാ പ്ലാന്റ് എന്നുള്ളത്. വേറെ ആരുമല്ല. ഏതാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത്? യെസ്, ഇവിടെ ലാർജ് പിത്ത് കാണാം, എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കാസ്പേരിയൻ സ്ട്രിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. റിയറേഞ്ച് the given regions from the periphery to center in the current given account of Casparian strip അല്ലെ. യെസ്. അപ്പൊ ഡൈക്കോട്ട് റൂട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം റൂട്ടാണ് എന്നുള്ളതും. ആൻഡ് കാസ്പേരിയൻ സ്ട്രിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതാണെന്നുള്ളത്. ഇവിടെ എപ്പിഡെർമൽ എയർ ഉണ്ട്, പാരൻകൈമേറ്റസ് ആണ്, എൻഡോഡെർമിസിൽ കാസ്പേരിയൻ സ്ട്രിപ്പ് കാണാം. അപ്പൊ ആ പുറത്തുനിന്ന് ഉള്ളിലേക്കുള്ള ഓർഡറിൽ ഏതാനാ പറഞ്ഞത്. അപ്പൊ എപ്പിഡെർമിസ് കഴിഞ്ഞാൽ കോർട്ടെക്സ്, അത് കഴിഞ്ഞ് എൻഡോഡെർമിസ്, പിന്നെ പെരിസൈക്കിൾ, പിന്നെ റേഡിയൽ ആൻഡ് പോളിയാർക്ക് വാസ്കുലാർ ബണ്ടിൽ, അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആണ് എന്താ പിത്ത് വരിക. അപ്പൊ ആ ഓർഡറിൽ എഴുതിയാൽ മതി. ആൻഡ് കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുബറിൻ ഡിപ്പോസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ഇംപെർമിബിൾ ആയിരിക്കും. ഇവിടെ വാട്ടർ എന്താണ്? ഇംപെർമിബിൾ ആയിരിക്കും. ഒരു വാക്സി മെറ്റീരിയൽ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് അനാട്ടമി എന്ന് വരുന്നത്. ചിത്രം കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ആൻഡ് ഇവരുടെ ഫീച്ചേഴ്സ്, വാസ്കുലർ ബണ്ടിൽ എന്താ? റേഡിയൽ ആണ്, പോളിയാർക്ക് ആണ്, അതുപോലെ ലാർജ് പിത്ത് കാണാം, കോർട്ടെക്സ് ഹോമോജീനിയസ് ആണ്. അപ്പോൾ കാസ്പേരിയൻ സ്ട്രിപ്പും കൂടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടാവും. അപ്പം ഡയഗ്രാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഒബ്സർവ് ദ ടേംസ് ഗിവൺ ബിലോ. സൈലം, റൂട്ട്, ഹെയർസ്, പിത്ത്, സ്റ്റൊമാറ്റ, ക്യാമ്പിയം, ബുള്ളിഫോം സെൽ. ഇതിനെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ സ്ട്രക്ചർ സീൻ ഇൻ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. നമ്മൾ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ പഠിക്കുന്നതാണ്. 2019 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ ആണ്. സ്റ്റൊമാറ്റ ട്രാൻസ്പിറേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. സ്റ്റൊമാറ്റയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ വേപ്പറൈസ് ചെയ്ത് പോകുന്നത്, അതാണ് ട്രാൻസ്പിറേഷൻ. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമാറ്റയിലൂടെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ബുള്ളിഫോം സെല്ലാണ്. നമ്മൾ മോണോക്കോട്ട് ലീഫിൽ കാണുന്നതാണ്. റോളിംഗ് ആൻഡ് അൺറോളിംഗ് ലീവ്സ് ടു റെഡ്യൂസ് സർഫസ് ഏരിയ. ടേർജിഡ് ആകുമ്പോൾ ദ എക്സ്പോസ് ലീവ് സർഫസ് വെൻ ഫ്ലാസിഡ് കേൾസ് ടു മിനിമൈസ് വാട്ടർ ലോസ്. വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഇത് കേൾ അപ്പ് ചെയ്യും. അപ്പൊ ബുള്ളിഫോം സെൽസിന്റെയും പെയറിങ് എന്താണ് ഫംഗ്ഷൻസ്, ഇതൊക്കെ എന്താ എപ്പിഡെർമൽ സിസ്റ്റത്തിൽ വരുന്നതാണെന്നും കൂടെ പഠിച്ചു വെക്കാം. Next question.
Write the function of stomata. What is difference between shape of guard cell and the monocot plant? രണ്ട് സ്റ്റൊമാറ്റോ നമുക്കിവിടെ കാണാം. ഡൈക്കോട്ടിലേറ്റ് സ്റ്റൊമാറ്റോന്റെ പ്രത്യേകത അവരുടെ ഗാർഡ് സെൽ എന്ന് പറയുന്നത് ഇതുപോലെ ബീൻ ഷേപ്ഡ് ആണ്. അതേസമയം മോണോകോട്ട് പ്ലാന്റ് എന്ന് പറയുമ്പോഴോ അത് ഇതുപോലെ ഡംബൽ ഷേപ്പിലാണ് വരുന്നത്. സോ ഷേപ്പിൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പം ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ ഗ്യാസ് എക്സ്ചേഞ്ചുമാണ്. ഒന്ന് ഡൈക്കോട്ട് ബീൻ അല്ലെങ്കിൽ കിഡ്നി ഷേപ്പാണ്, മോണോകോട്ടിലോ ഡംബൽ ഷേപ്പാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള സ്റ്റൊമാറ്റയിലുള്ള ഡിഫറൻസ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ലേബിൾഡ് as A and B. റൈറ്റ് any two features. എയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? റേഡിയൽ ആണ്. ഇപ്പൊ ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം, ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം, ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം. ഈ രീതിയിൽ ഓരോന്നും ഓരോ റേഡിയസിലായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നതാണ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. വിത്തിനെ വാസ്കുലർ ബണ്ടിൽ അറേഞ്ച് ഇൻ ആൻ ഓൾട്ടർനേറ്റ് മാനർ. ഇനി കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൺജോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു വാസ്കുലർ ബണ്ടിൽ അതിന്റെ ഇവിടെ ഫ്ലോയം, ഇവിടെ സൈലം. ഇനി കൺജോയിന്റ് ഓപ്പൺ എന്ന് പറഞ്ഞാലോ ഇതിന്റെ ഇടയിൽ നമുക്ക് ക്യാമ്പിയം കൂടി കാണാം. അതാണ് കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത്. സെയിം റേഡിയസിലാണ് സൈലവും ഫ്ലോയും വരിക. The internal anatomy of dicot and monocot stem show many differences. Mention any 4 differences between their vascular bundle. Dicot stemമിലെ വാസ്കുലർ ബണ്ടിൽ നമുക്കറിയാം റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. ആൻഡ് കൺജോയിന്റ് ഓപ്പൺ ആണ്, എൻഡാർക്ക് പ്രോട്ടോസൈലം. മോണോകോട്ട് സ്റ്റെമ്മിലേക്ക് വരുമ്പോഴോ സ്കാറ്റേർഡ് ആണ്. കുറേ നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. കൺജോയിന്റ് ക്ലോസ്ഡ് ആണ്. പെരിഫറൽ ബണ്ടിൽസ് ആർ സ്മോളർ ആണ്. ഫ്ലോയം പാരൻകൈമ is absent and containing cavities are present in vascular bundle. ഇതുപോലെ പലപ്പോഴും ഡിഫറൻസസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഡൈക്കോട്ട് സ്റ്റെമ്മ്, ഡൈക്കോട്ട് റൂട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മും കമ്പാരിസൺ ചോദിക്കാം. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കാം. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഫോളോയിങ് ആർ ക്യാരക്ടേഴ്സ് ഓഫ് ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് സ്റ്റെം. ഐഡന്റിഫൈ ക്യാരക്ടേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് കോളം. ഇതുപോലെയാണ് കമ്പാരിസൺ ചോദിക്കാം. സ്ക്ലീറൻകൈമറ്റസ് ഹൈപ്പോഡെർമസ് മോണോകോട്ട് സ്റ്റെമ്മിലാണ്. കോളൻകൈമറ്റസ് ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ്. വാസ്കുലർ ബണ്ടിൽ കൺജോയിന്റ് ക്ലോസ്ഡ് എവിടെയാണ് വരിക? അത് മോണോകോട്ട് സ്റ്റെമ്മിലാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കും. അതുകൊണ്ട് വാസ്കുലർ ബണ്ടിൽസ് കൺജോയിന്റ് അതുപോലെ ഓപ്പൺ ആണ്, റിംഗ് ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഫീച്ചേഴ്സ് കണ്ടാൽ ഏതിന്റെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇതൊക്കെ സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ് പാർട്ട് ആർ ഗിവൻ ബിലോ. കോളൻകൈമറ്റസ് ഹൈപ്പോഡെർമസ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. ഡൈക്കോട്ട് സ്റ്റെം ആണ്. കോളൻകൈമറ്റസ് ഹൈപ്പോഡെർമസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ആൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലും ആണെന്ന് പറയാം. ആൻഡ് ലാർജ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽ അറേഞ്ച് ഇൻ എ റിംഗ്. വാസ്കുലർ ബണ്ടിൽ കൺജോയിന്റ് ആണ് വിത്ത് എൻടാർക്ക് പ്രോട്ടോസൈലം. എൻടാർക്കും എക്സാർക്കും അറിയാത്ത ഇപ്പോഴും ഉണ്ടല്ലേ ആൾക്കാര്. എൻടാർക്കും എക്സാർക്കും. എൻടാർക്ക് എന്ന് പറഞ്ഞാൽ പ്രോട്ടോസൈലം ഇൻസൈഡ് ഉള്ളിലേക്കാണ്. എക്സാർക്ക് എന്ന് പറയുമ്പോൾ പ്രോട്ടോസൈലം ഔട്ട്സൈഡ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു അനാറ്റമിക്കലായിട്ട് നമ്മൾ ഗ്രൗണ്ട് പ്ലാൻ എടുക്കുന്ന സമയത്ത് സൈലം ചെറിയ സൈലം, ഓക്കെ, ചെറിയ സൈലം ഉള്ളിലേക്കാണെന്ന് വിചാരിക്കും. ഇപ്പൊ മെസ്സി വരച്ചതുപോലെ. അങ്ങനെയാണെങ്കിൽ അത് എൻടാർക്കാണ്. ഇനി എക്സാർക്ക് ആണെങ്കിലോ ചെറിയ സൈലം പുറത്തോട്ടാണ് വരുന്നത്. ഇതാണ് എൻടാർക്കും എക്സാർക്കും തമ്മിലുള്ള വ്യത്യാസം. ചെറിയ സൈലം പുറത്താണെങ്കിൽ എക്സിറ്റ് എക്സാർക്കാണ്. ചെറിയ സൈലം ഉള്ളിലേക്കാണെങ്കിൽ എൻഡാർക്കാണെന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. വാട്ട് ഈസ് ബുള്ളിഫോം സെൽ? മെൻഷൻ ദിയർ ഫംഗ്ഷൻ. എന്താണ് ബുള്ളിഫോം സെൽ? വാട്ട് ആർ ബുള്ളിഫോം സെൽ? ലാർജ് എംപ്റ്റി കളർലെസ് സെല്ലാണ് കേട്ടോ. ഇത് എന്തായാലും നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. They are found in the upper epidermis cells in the vein grasses are called bulliform cell. എന്തിനു വേണ്ടിയിട്ടാണ് bulliform cell? Absorb water, turgid leaf surface is exposed. When they are flaccid due to water loss, they make leaves curl inwards to minimize water loss. Water loss prevent ചെയ്യാനായിട്ടാണ് bulliform cells പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത്. ഇനി name the waxy thick layer seen over the epidermis which prevent the loss of water. Water loss prevent ചെയ്യാനായിട്ട് എപ്പിഡെർമിസിൽ കാണുന്ന thick layer ഏതാണെന്നാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ക്യൂട്ടിക്കലാണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എപ്പിഡെർമൽ സെല്ലാണ്. ആൻഡ് ബി എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡ് സെല്ലാണ്. വിച്ച് പാർട്ട് ഓഫ് സ്റ്റൊമാറ്റോ കോൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് ഏതൊക്കെയാണ്? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനുള്ളതാട്ടോ.
നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ പഠിക്കുന്നതാണ് സ്റ്റൊമാറ്റോന്റെ സ്ട്രക്ചർ. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, എന്തായാലും കമന്റ് ചെയ്യുക. ദെൻ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ. നമ്മൾ നേരത്തെയും കൂടി കണ്ടതാണ്. ആദ്യത്തേത് കൺജോയിന്റ് ക്ലോസ്ഡ് ആണ്, രണ്ടാമത്തേത് കൺജോയിന്റ് ഓപ്പൺ ആണ്. ഇതിൽ ആദ്യത്തേത് 1 എഴുതിയിരിക്കുന്നത് ഫ്ലോയം ആണ്, 2 എഴുതിയിരിക്കുന്നത് സൈലമാണ്, മൂന്നാമത്തേത് എന്താണ്, ക്യാമ്പിയമാണ്. ഈ ചിത്രങ്ങൾ പലതവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. റൈറ്റ് 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമുക്കറിയാം റേഡിയൽ അറേഞ്ച്മെന്റ് ആണ് വാസ്കുലർ ബണ്ടിലിൽ. ആൻഡ് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, ഫീച്ചേഴ്സ് എന്തായാലും പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം അറേഞ്ച്ഡ് ഇൻ റിംഗ്, കൺജോയിന്റ് ഓപ്പൺ ആൻഡ് എൻഡാർക്ക് സൈലം. ഫോളോയിങ് ആ ഡയഗ്രാം ഷോയിങ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെം. റൈറ്റ് ഇനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. ഇതിൽ ആദ്യത്തെ 3 ഫീച്ചേഴ്സ് നമുക്കറിയാം. ആദ്യത്തേതിൽ വാസ്കുലർ ബണ്ടിൽ സ്കാറ്റേർഡ് ആണ്, കൺജോയിന്റ് ക്ലോസ്ഡ് ആണ്, ട്രൈക്കോംസ് ആബ്സെന്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ ഡൈക്കോട്ട് സ്റ്റെം ആണ്, വാസ്കുലർ ബണ്ടിൽ റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കൺജോയിന്റ് ഓപ്പൺ ആണ്, ട്രൈക്കോംസ് പ്രസന്റും ആണ്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാം, കമ്പാരിസൺസ് പിക്ചർ തന്നിട്ട് ചോദിക്കാം. അപ്പൊ പിക്ചർ നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്ത് പോയിന്റ്സ് എഴുതാൻ പഠിക്കുക. നമുക്ക് ആകെ പഠിക്കാനുള്ളത് റൂട്ട്, സ്റ്റെം, ലീഫാണ്, എല്ലാത്തിൻ്റെയും ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട്. പിന്നെ ആദ്യം പഠിക്കുന്ന എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അത് വളരെ ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ അതിലെ കോൺസെപ്റ്റ് നല്ല തറവായിട്ട് പഠിക്കണം. ആൻഡ് കമന്റ് ബോക്സിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആൻസർ എന്തായാലും കമന്റ് ചെയ്യുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പൊ സീ യു സൂൺ മക്കളി, ബൈ.